പെരിയാറിൽ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്തുകൾ ചത്തുപൊങ്ങിയിട്ടും നടപടിയില്ലാതെ സർക്കാർ. പരിസര മലിനീകരണ നിയന്ത്രണ ബോർഡും ജലസേചന വകുപ്പും പരസ്പരം പഴിചാരി റിപ്പോർട്ടുകൾ സമർപ്പിച്ചതല്ലാതെ നഷ്ടപരിഹാരം നടപടി അകലെയാണ്. മത്സ്യക്കുരുതിയിൽ നാളിതുവരെയും കേസും പിഴയും ചുമത്തിയിട്ടില്ല. കഴിഞ്ഞ മെയ് മാസം 21-ാം തീയതിയാണ് ഏലൂരിലെ പാതാളം റെഗുലേറ്ററകം ബ്രിഡ്ജിലെ വെള്ളം തുറന്നുവിട്ടതോടെ കോടികൾ വിലമതിക്കുന്ന മത്സ്യങ്ങൾ പെരിയാറിൽ ചത്തുപൊങ്ങിയത്. ഇതോടെ 13 കോടി രൂപയുടെ നാശനഷ്ടമാണ് മത്സ്യകർഷകർക്കുണ്ടായത്. പ്രതിഷേധം ശക്തമായതോടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജലസേചന വകുപ്പും പരസ്പരം പഴിചാരി റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ റിപ്പോർട്ടുകൾ പരസ്പര വിരുദ്ധമായാണ് സമർപ്പിച്ചത്. അതിനിടെ പെരിയാറിൽ രാസമാലിന്യം കലർന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ഈ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞാണ് പെരിയാറിൽ വൻതോതിൽ രാസമാലിന്യം കലർന്നതായി കുഫോസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത്. തർക്കങ്ങളും പരസ്പരം പഴിചാരലും നീണ്ടതല്ലാതെ മത്സ്യകർഷകർക്ക് നഷ്ടം നൽകാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ മത്സ്യങ്ങൾ മുഴുവൻ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം, ആ നഷ്ടം മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളും മത്സ്യ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്കും നൽകുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാതിരിക്കുന്നത് വലിയ പ്രതിഷേധാർഹമാണ്. കാരണം ഇത് നിയമസഭയ്ക്കകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ മണ്ഡലം എന്നുള്ള രീതിയിൽ കളമശ്ശേരിയിലാണ് ഇതുണ്ടായിട്ടുള്ളത്. മത്സ്യകൃഷി നടത്തുന്ന ആയിരക്കണക്കിന് കർഷകർ ഇന്ന് പട്ടിണിയുടെ വരുതിയിലാണ്. നഷ്ടപരിഹാരം ഉടൻ നൽകിയില്ലെങ്കിൽ കർഷകരെ പങ്കെടുപ്പിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. UDF-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ നേരിട്ട് കാണുകയും അത് സർക്കാരിനെ ബോധ്യപ്പെടുത്താനും അവരുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ജയ് ഹിന്ദ് ന്യൂസ്, കൊച്ചി.